ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEGE 141 ആണ്, അണ്ടർസ്റ്റാൻഡിങ് പ്രോസ്. ഓക്കെ, ഇതിൽ യൂണിറ്റ് 1 നമ്മളിതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവർ ആ വീഡിയോ കയറി കാണുക. കാരണം ആ വീഡിയോയിലാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ, ബേസ്, അതേപോലെ തന്നെ എന്താണ് നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്സ് എന്നൊക്കെ നമ്മളതിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ കാണാത്തവർ കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസിനെ പറ്റിയിട്ടാണ്, യൂണിറ്റ് 2. ഓക്കെ, നമുക്കിതിൽ തന്നിട്ടുള്ളത് 2 എക്സാമ്പിൾസാണ്, 2 പാസേജിൻ്റെ എക്സാമ്പിൾസ്. H.G. വിൽസൺ എഴുതിയിട്ടുള്ള ദ വാർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ നോവലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇസാക്ക് ദിനേശൻ എഴുതിയിട്ടുള്ള ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു മെമ്മോയറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് രണ്ടും ബേസ് ചെയ്തിട്ടുള്ളത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുക എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, നമുക്ക് ഫീൽ ചെയ്തത്, നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ അവിടെ പോയപ്പോൾ ഒരാളെ കണ്ടു, ആ വ്യക്തി ഇങ്ങനെ ആയിരുന്നു, എനിക്ക് അയാളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഓക്കെ, നമുക്കുണ്ടായ ഫീലിങ്സ് നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുക. ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്ന് പറയുന്നത്. ബട്ട് സെയിം ടൈം നെറേറ്റീവ് പ്രോസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, ബട്ട് ഡിഫറെൻ്റ് ആണ്. നെറേറ്റീവിൽ പറയുമ്പോൾ അവിടെ ഉണ്ടായ ആ പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് ആ പ്രോഗ്രാമിലുണ്ടായ ഫീലിങ്സ് അല്ല നമ്മൾ പറയുന്നത്. ആ പ്രോഗ്രാമിൽ എന്തൊക്കെ ഉണ്ടായി, 1 by 1 ആയിട്ടുള്ള ഇവൻറ്റ്സുകളാണ് അതിൽ പറയുന്നത്. അത് ഫസ്റ്റ് എന്ത് പരിപാടി ഉണ്ടായത്, പിന്നെ അതെന്തായി, പിന്നെ അതെങ്ങനെ അവസാനിച്ചു, അങ്ങനെയുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ പറയുക. ഓക്കെ, ബട്ട് ഡിസ്ക്രിപ്റ്റീവ് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ഫീൽ ചെയ്ത കാര്യം, ഓക്കെ, നമ്മൾ കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്, അതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്നതാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവ് പ്രോസ്. ഓക്കെ, സോ നമുക്കിവിടെ തന്നിട്ടുള്ളത് H.G. വിൽസൻ്റെ ദ വാർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു നോവലാണ്. 1898 ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് മൂണിലൊക്കെ മനുഷ്യന്മാർ കാല് കുത്തുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സ്റ്റോറി ഉണ്ടായിട്ടുള്ളത്. ഇതെന്താണ്, ഫിക്ഷനാണ് കേട്ടോ, കംപ്ലീറ്റ് ഫിക്ഷനാണ്. അതായത് നമ്മുടെ PK ആ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, പെട്ടെന്നൊരു സ്പേസിൽ നിന്ന് ഒരാൾ വരുന്നു, അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അനാർക്കലി അഭിനയിച്ചൊരു സിനിമ ഉണ്ട്, പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഗഗനചാരി. ഓക്കെ, ആ സിനിമയിൽ അവരൊരു ഏലിയനായിട്ടാണ് വരുന്നത്. അതിൻ്റെയൊക്കെ പോലെയുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലും നടക്കുന്നത്. ഓക്കെ, ഒരു ഫിക്ഷനാണ്, കംപ്ലീറ്റ് ഫിക്ഷനാണ്. അതായത് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഒരു ക്രിയേച്ചറിനെ കണ്ടിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അതിനെ ഇവിടെ പറയുന്ന പേരാണ് മാർഷ്യൻ. ഓക്കെ, പെട്ടെന്നൊരു ദിവസം സ്പേസിൽ നിന്ന് ഒരു വലിയൊരു സിലിണ്ടർ വന്ന് ഭൂമിയിലേക്ക് വീഴാണ്. ആ വീഴുന്ന സ്ഥലത്ത് വലിയൊരു കുഴി ഉണ്ടാവുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പുറത്ത് വരുന്ന ജീവികളാണ് ഈ മാർഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് കണ്ടു നിൽക്കുന്ന ഒരാൾ, ഓക്കെ, കണ്ടു നിൽക്കുന്ന ഒരാൾ നമ്മളോട് പറയുന്ന രീതിയിലാണ് ഈ ഒരു നോവൽ പോകുന്നത്. ഓക്കെ, അതായത് ഈ റൈറ്റർ അല്ല നമ്മളോട് കഥ പറയുന്നത്, അതിന് പകരം ആ സംഭവം നടക്കുന്ന അവിടെ ഉള്ളൊരു വ്യക്തി നമ്മളോട് പറയുന്ന രീതിയിലാണ്. ഇതിൻ്റെ സ്റ്റൈലേ വ്യത്യാസമുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റോറി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് ആണ്. ഓക്കെ, ഓരോ ക്യാരക്ടേഴ്സിനെയും നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൽ എന്തുണ്ട്, നെറേറ്റീവ് പ്രോസും ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത് നെറേറ്റീവ് പ്രോസിൻ്റെ ഒരു പ്രസൻസിലാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിലിണ്ടർ വന്ന് വീഴുന്നത്, പിന്നെ അതിന് ശേഷം എന്ത് സംഭവിച്ചു, നെക്സ്റ്റ്, അതായത് 1 by 1 ആയിട്ട് പിന്നീട് എന്താണ് ഉണ്ടായത്, അതിന് ശേഷം എന്തുണ്ടായി എന്നുള്ളത് നല്ല ഒരു ഇവൻറ്റ് ബൈ ഇവൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നെറേറ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത് ഈ കഥ മുന്നോട്ട് പോകുന്നത് ഒരു നെറേറ്റീവ് പ്രോസിലൂടെയാണ്. ബട്ട് സെയിം ടൈം എന്താണ്, 1 by 1 ആയിട്ടുള്ള എല്ലാ ഇവൻറ്റ്സിനെ പറ്റിയിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്.
ഈ പാസേജസ് ഒരിക്കലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ലൈൻ ബൈ ലൈനായിട്ട് ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെയാണ് യൂസ് ചെയ്തത്, നെറേറ്റീവ് എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതൊരു ലൈൻ ബൈ ലൈനായിട്ട് വായിക്കുക വേണം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സിലിണ്ടർ വന്നിട്ട് ഭൂമിയിലേക്ക് വീഴുന്നു, അതിൻ്റെ ഉള്ളിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്, മാർഷ്യൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഈ നടക്കുന്ന കാര്യങ്ങൾ കാണുന്ന ഒരാൾ നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ പാസേജ്, നമുക്ക് തന്നിട്ടുള്ള ഈ പാസേജ്. സോ നമുക്ക് ഈ പാസേജ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. I saw a young man, a shop assistant in working. I believe he was standing on the cylinder and trying to scramble out of the hole again. The crowd had pushed him in. The end of the cylinder was being screwed out from within. Nearly 2 feet of shining screw projected. Somebody blundered against me, and I narrowly missed being pitched on to the top of the screw. നമ്മുടെ നെറേറ്ററോട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു വലിയൊരു സിലിണ്ടർ വന്ന് ഭൂമിയിലേക്ക് വീണു. സ്വാഭാവികമായിട്ട് ഒരു സിലിണ്ടറൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും അല്ലേ. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഒരു സംഭവമാണ് വന്ന് വീണിട്ടുള്ളത്. സോ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് എല്ലാവരും, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ആ ഭാഗത്തേക്ക് ഓടിപ്പോയി. ആ ഒരു ഹോള്, ആ സിലിണ്ടർ വന്ന് വീണ് അവിടെ ഉണ്ടായിരുന്ന ഹോളിൻ്റെ ചുറ്റും എന്താണ്, ആൾക്കാർ കൂടി നിൽക്കുകയാണ്. ഓക്കെ, അതിൽ ഒരാളാണ് നമ്മുടെ നെറേറ്റർ. ഓക്കെ, ഈ നെറേറ്റർ അവിടെ കാണുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമ്മളോട് ഇങ്ങനെ നെറേറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മളിപ്പോൾ വായിച്ച ഈ പാസേജ് എന്ന് പറയുന്നത്. നമ്മുടെ നെറേറ്റർ അവിടെ കാണുന്നത് ഒരു വലിയൊരു കുഴിയാണ്. ആ കുഴിയിലാണെങ്കിൽ ആ സിലിണ്ടറിൻ്റെ മേൽഭാഗത്ത് അതിൻ്റെ അടുത്തായിട്ട് ഒരു ഷോപ്പ് അസിസ്റ്റൻ്റ്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പ് അസിസ്റ്റൻ്റ് അതിലിങ്ങനെ വീണ് കിടക്കുകയാണ്. ഈ കുഴിയുടെ എഡ്ജിലായിട്ട് നമ്മുടെ നെറേറ്ററും ഉണ്ട്. അദ്ദേഹം ഇയാളെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ള ലെവലിൽ ആ ഒരു സിലിണ്ടറിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ സ്ക്രൂസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കുകയാണ്. ആ സ്ക്രൂസ് ഒന്ന് തൊട്ടപ്പോൾ തന്നെ വലിയൊരു സൗണ്ടോട് കൂടി അതിൻ്റെ ലിഡ്, അതിൻ്റെ മൂടി എന്താവാണ്, ആ ഒരു കുഴിയിലേക്ക് തന്നെ വീഴാണ്. I turned, and as I did so the screw must have come out, and the lid of the cylinder fell upon the gravel with a ringing concussion. I struck my elbow into the person behind me, and I turned my head towards the thing again. For a moment that circular gravity seemed perfectly back. I had the sunset in my eyes. നെറേറ്റർ പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു ലിഡ് എന്ത് ചെയ്തത്, ആ കുഴിയിലേക്ക് വീണത്. സോ അദ്ദേഹം എന്താവാണ്, കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആവാണ്. നെക്സ്റ്റിന് എന്താ ചെയ്യാന്നറിയാതെ സ്റ്റക്ക് ആവാണ്. പെട്ടെന്നാണല്ലോ ഇങ്ങനൊരു സൗണ്ടോടെ കൂടെ എന്തായത്, ആ ലിഡ് കുഴിയിലേക്ക് വീണത്. പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ബാക്കിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. സെയിം ടൈം തന്നെ എന്താവാണ്, ആ കുഴിയിലേക്ക് തന്നെ നോക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിച്ചത്. ആ കുഴിയിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ്ലി ബ്ലാക്ക്. മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയതുപോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ആയത്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കണ്ണുകളിലൊരു സൂര്യാസ്തമനം സംഭവിച്ചുവെന്ന്. അതായത് അദ്ദേഹത്തിനൊന്നും കാണാൻ സാധിക്കുന്നില്ല, ഫുൾ ഡാർക്കാണ്. ആ കുഴിയിൽ എന്താണ് ഉള്ളത് എന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇനി എന്താണ് ഉണ്ടാവുക നെക്സ്റ്റ് ഒന്നും അറിയില്ല. താൻ ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ആ കുഴിയിൽ പെട്ട ആളെ രക്ഷിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് വന്ന് കിടക്കുന്നത്. സോ അവിടെ യൂസ് ചെയ്തിട്ടുള്ള വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ആ പാസേജിലെ ലാസ്റ്റ് ലൈൻ എന്താണ് പറയുന്നത്, ഐ ഹേർഡ് ദ സൺസെറ്റ് ഇൻ മൈ ഐസ്. ഓക്കെ, ഇത് മെറ്റഫറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മുമ്പ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോവൽ, സ്റ്റോറി, ഷോർട്ട് സ്റ്റോറീസ്, പോയംസ്, ഇതിലെല്ലാം എന്ത് യൂസ് ചെയ്യും, മെറ്റഫേഴ്സ് യൂസ് ചെയ്യും. ഇമേജസ് ഉണ്ടാവും, സിമ്പിൾസ് ഉണ്ടാവും, പ്രസോണിഫിക്കേഷൻ, ഹൈപ്പർബോള, ഇതുപോലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൻ്റെ യൂസേജ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. ഇതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാം, ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി എന്തായി, ആ ഒരു
പാസേജിനൊരു ബ്യൂട്ടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എസ്സേ എഴുതുന്ന ടൈമിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലുള്ള പോയിൻറ്റ്സാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ സ്റ്റോറി ഒരിക്കലും നിങ്ങൾ ബൈഹാർട്ട് ആക്കരുത്. ഇതെങ്ങനെയാണ് ഈ ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു സ്റ്റൈലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ബാക്കി നോക്കാം. I think everyone expected to see a man emerge, possibly something a little unlike as terrestrial man, but in all essentials a man. I know I did, but looking, I presently saw something stirring within the shadow. നെറേറ്റർ ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന എല്ലാ ആളുകളും പ്രതീക്ഷിച്ചത് ആ ഒരു കുഴിയുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നത് ഒരു മനുഷ്യരൂപത്തിനോട് സമമായിട്ടുള്ള എന്തെങ്കിലും ഒരു ജീവി ആയിരിക്കുമെന്നാണ്. ഓക്കെ, അതായത് മനുഷ്യന്മാരെ പോലെ കാലും കൈയൊക്കെ ഉള്ള, പക്ഷേ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഉണ്ടാവും, ബട്ട് ലൈക്ക് എ മാൻ എന്നാണ് അവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യാണ്, ഒരു നിഴൽ കാണുകയാണ്. അപ്പോഴേ ഇതൊരു മനുഷ്യരൂപമല്ല എന്നവർക്ക് എന്ത് ചെയ്യാണ്, മനസ്സിലാവുകയാണ്. ഗ്രേയിഷ് ബിലോവി മൂമെൻറ്റ്സ്, one above another and then two luminous disc like eyes. അതായത് ഇവരൊരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അതൊരു മനുഷ്യനല്ല താനും, എന്നാൽ എന്താണ്, എന്തോ ഒരു ജീവിയാണ് താനും. അങ്ങനെ ഒരു സാധനം, അത് ഒരു ഗ്രേയിഷ് ബിലോവി മൂമെൻറ്റ്, അതായത് ഇങ്ങനെ ഒരു പാമ്പിനെയൊക്കെ പോലെ ഇങ്ങനെ നമ്മൾ നിൽക്കാൻ പറ്റുന്ന ടൈപ്പിലല്ല, അതിങ്ങനെ ഒരു കുഴഞ്ഞിട്ടുള്ളൊരു രൂപമാണ് അതിനുള്ളത്, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട്. അങ്ങനെ ഒന്ന് മാത്രമല്ല, ഒരുപാട് എണ്ണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആൻഡ് ദെൻ ടു luminous disc like eyes, then something resembling a little grey snake, about the thickness of walking stick, coiled up out of the writhing middle and wrinkled in the air towards me, and then another. ഈ വരികളിൽ പറയുന്നത് ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഈ ഒരു ജീവിയുടെ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അവർ പറയുന്നത് 2 വെളിച്ചമുള്ള ചക്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഐ തിങ്ക് ഇയാൾ തോന്നുന്നു എന്ത്, ഇത് അതിൻ്റെ കണ്ണുകളായിരിക്കാം. ഓക്കെ, ആ ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ഉള്ളത് എന്തായിരിക്കാം, അതിൻ്റെ കണ്ണുകളായിരിക്കാം. പിന്നീട് അയാൾ കണ്ടത് ഒരു ഗ്രേ കളർ സ്നൈക്ക് പോലെയാണ്. ഓക്കെ, അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് സ്റ്റിക്കിൻ്റെ അത്ര തിക്നെസ്സേ ഉള്ളൂ. അതിങ്ങനെ ചുരുണ്ട് നിവർന്നിങ്ങനെ എയറിലൂടെ ഇങ്ങനെ ഓരോ സൈഡിലേക്ക് പോവുകയാണ്. ഓക്കെ, അതിൻ്റെ പുറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ വരികയാണ്. ഇത് കുറേ ഒരു ഭാഗത്തേക്ക് പോകും, പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്, പിന്നെ നമ്മുടെ നെറേറ്റർ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. എന്താണ് നെക്സ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. ആ ഒരു രീതിയിലാണ് നെറേറ്റർ ഇവിടെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ലൈൻസിൽ നിന്ന് ഒരുപാട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കിട്ടുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് നമുക്ക് പറയാം സിമിലിയാണ്. ഓക്കെ, 2 luminous disc like eyes, അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ലൈക്ക്, എന്തോ ആയിട്ടാണ് അതിനെ ഉപമിച്ചിട്ടുള്ളത്, ഡിസ്ക് ലൈക്ക് ഐസ്. ഓക്കെ, അവിടെ നമ്മൾ കാണാം സിമിലിയുടെ യൂസേജ്. നെക്സ്റ്റ് സ്റ്റിയറിംഗ് വിത്തിൻ ദി ഷാഡോ, അതായത് ഈ ലൈനിൽ ഷാഡോയ്ക്ക് ഒരു വ്യക്തിത്വം നൽകിയിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ലൈന് മെറ്റഫർ ആയത്. അതുപോലെ തന്നെയാണ് ഗ്രേയിഷ് ബിലോവി മൂമെൻറ്റ്, ഇതെല്ലാം എന്താണ്, മെറ്റഫറാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വിഷ്വൽ ഇമേജറി. വിഷ്വൽ ഇമേജറി എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്നത് കളറ്, മൂമെൻറ്റ്സ്, അതിൻ്റെ ഗ്ലോവിങ് ഐസ്, അത് മാത്രമല്ല സ്നൈക്ക് ലൈക്ക് സ്ട്രക്ചർ, ഇതെല്ലാം അതിൽ ഇൻക്ലൂഡ് ആവും. അത് മാത്രമല്ല പെർസോണിഫിക്കേഷൻ്റെ ഒരു യൂസേജും കൂടി ഇതിൽ വരുന്നുണ്ട്. അത് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പാസേജ് വായിക്കേണ്ടത്. അതായത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് ആണ്. അത് മാത്രമല്ല ഇതിൽ വന്നിട്ടുള്ള സിമിലി, മെറ്റഫർ, ഇമേജറി, ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു. ഇതേപോലെ ഓരോ പാരഗ്രാഫ് നിങ്ങൾ ഇതുപോലെ വായിക്കണം. അപ്പോഴുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ യൂസേജ് എന്നുള്ളത് മനസ്സിലാവുക. ഒരിക്കലും അത് കാണാണ്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. A sudden chill came over me. There was a loud shriek from a woman behind. ഇയാളുടെ പുറകിൽ എന്താണ്, ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഇയാളുടെ ബാക്കിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഐ ഹാഫ് ടേൺഡ്, അത്
പകുതി തിരിഞ്ഞു. ഓക്കെ, അവൾ നിൽക്കുന്ന ഭാഗത്ത് നിന്നൊന്ന് ചെറുതായിട്ട് പകുതി ഒന്ന് തിരിഞ്ഞു. കീപ്പിംഗ് മൈ ഐസ് ഫിക്സ്ഡ് അപ്പോൺ ദ സിലിണ്ടർ സ്റ്റിൽ. അതായത് ഇദ്ദേഹം പകുതി തിരിഞ്ഞെങ്കിലും കണ്ണെവിടെയാണ്? ആ സിലിണ്ടറിൽ തന്നെയാണ്. ആ സിലിണ്ടറിലുള്ളത് എന്ത് ചെയ്യുമോ, പുറത്ത് വരുമോ, ആ ഒരു പേടിയുണ്ട്. എന്നാൽ ബാക്കിൽ നടക്കുന്ന എന്താണെന്നുള്ളത് കാണും വേണം. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് നേരെ മനസ്സിലാവും. കാരണം അയാൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ വരെ എന്ത് ചെയ്യാണ്, നെറേറ്റർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഫ്രം വിച്ച് other tentacles were now projecting. അതായത് ടെൻറ്റക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്നേക്ക് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള, അതായത് മനുഷ്യന്മാരെ പോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ടൈപ്പല്ല, ഒരു വളഞ്ഞ് കുളഞ്ഞ് ആ ഒരു രീതിയിലുള്ള നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ടൈപ്പിലുള്ള ഒരുപാട് ജീവികൾ എന്ത് ചെയ്യാണ്, പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബിഗാൻ പുഷിങ് മൈ വേ ബാക്ക് ഫ്രം ദ എഡ്ജ് ഓഫ് ദ പിറ്റ്. ഇയാൾ എന്താ ചെയ്തപ്പോൾ ആ പിറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ചൊന്ന് ബാക്കിലേക്ക് നിന്നു. കാരണം ഒരു പേടിപ്പെടുത്തുന്ന സംഭവമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് അറിയില്ല. സോ കുറച്ചൊന്ന് ബാക്കിലേക്ക് നിന്നു. I saw astonishment giving place to horror on the faces of the people about me. ഇദ്ദേഹം അടങ്ങുന്ന ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ആകാംക്ഷയൊക്കെ പെട്ടെന്ന് എന്തായി, ഒരു ഹൊററായി, ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് എല്ലാവരുടെയും മുഖത്തിൻ്റെ ഭാവങ്ങൾ മാറാൻ തുടങ്ങി. ഓക്കെ, I heard inarticulate exclamations on all sides. There was a general movement backward. I saw the shopman struggling still on the edge of the pit. I found myself alone and saw the people on the other sides of the pit running off, stand among them. എല്ലാവരും ഒരേപോലെ എന്ത് ചെയ്തു, സൗണ്ടുകൾ ഉണ്ടാക്കി നിലവിളിച്ച് ഓടാൻ തുടങ്ങി. ഓക്കെ, എല്ലാവർക്കും എന്താണ്, പേടി ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കാത്തൊരു ഹൊററായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചത്. എല്ലാവരും ഒരുമിച്ച് ബാക്ക്വേർഡ്സൊക്കെ ഇങ്ങനെ ഓടി ഓടി പോവുകയാണ്, പിന്നിലേക്ക് നീങ്ങി പോവുകയാണ്. ഇയാൾ നോക്കുമ്പോൾ ആ ഷോപ്പ്മാൻ എന്ത് ചെയ്യാണ്, അവിടെ ആ ഒരു എഡ്ജിലേക്ക് വീഴാൻ പോയിട്ട് ഇങ്ങനെ ഇപ്പോഴും അവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. താഴത്തേക്ക് പോവുമോ മേലേക്ക് വരുമോ രക്ഷപ്പെടുമോ എന്നുള്ളതിൽ അയാളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇയാൾ മാത്രമാണ് അതിൻ്റെ ഒരു അറ്റത്ത് വേറെ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നെറേറ്റർ. ബാക്കിയുള്ളവരെല്ലാവരും ഓടുകയാണ്. ഓക്കെ, ഈ പിറ്റിൻ്റെ ഒതർ സൈഡിലുള്ള ആൾക്കാരും എന്താ ചെയ്യുന്നത്, വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ നെറേറ്റർ എന്താ ചെയ്യുന്നത്, I looked again at the cylinder and ungovernable terror gripped me. I stood petrified and staring. നെറേറ്റർ ആ സിലിണ്ടറിലേക്ക് തന്നെ നോക്കി സ്റ്റക്കായി നിൽക്കുകയാണ്. ഇവർ ഓടുന്നത് നോക്കുന്നുണ്ട്, ആ സിലിണ്ടറിൽ എന്താ സംഭവിക്കുന്നത് നോക്കുന്നുണ്ട്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ട് ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കുകയെന്ന് അറിയാതെ പേടിച്ച് വരച്ച് ആകെ ഒരു സ്റ്റക്കായ രീതിയിൽ ആ സിലിണ്ടറിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് നെറേറ്റർ. എ ബിഗ് ഗ്രേയിഷ് റൗണ്ടഡ് ബൾക്ക്, the size perhaps of a beaver, was rising slowly and painfully out of the cylinder. ഈ ഒരു സെൻറ്റൻസിൽ സ്റ്റാർട്ടിങ്ങിലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ജീവികളെ കുറച്ച് ദൂരെ നിന്നിട്ടായിരുന്നു ഇത്ര നേരം കണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി അടുത്താണ് നെറേറ്റർ കാണുന്നത്. അത് ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഗ്രേയിഷ് കളറിൽ തന്നെ, ബട്ട് ഒരു റൗണ്ട് ഷേപ്പാണ് ഇയാൾക്കിപ്പോൾ തോന്നുന്നത്. ഒരു ബിയറൊക്കെ ആയിട്ട് സിമിലാരിറ്റി പറയുന്നുണ്ട്, പക്ഷേ നെറേറ്റർ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് മുമ്പിൽ കാണുന്നതെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഓക്കെ, ഈ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ മെല്ലെ പുറത്ത് ചാടുകയാണ്. ആസ് ഇറ്റ് ബൾജ്ഡ് അപ്പ് ആൻഡ് ക്രോഡ് ദ ലൈറ്റ് ഈസ് ഗ്ലിസൻഡ് ലൈക്ക് വെറ്റ് ലെതർ. നെറേറ്റർ പറയുന്നത് ഈ ഒരു ജീവി, അതായത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ജീവി ഒന്ന് പുറത്ത് ലൈറ്റുള്ള ഭാഗത്ത് എത്തിയപ്പോൾ ഇതിനെ കാണാൻ എന്തുപോലെയാണ്, നനഞ്ഞ ലെതർ പോലെ അതിങ്ങനെ തിളങ്ങുകയാണ്. 2 large dark colored eyes were regarding me steadfastly. ഇദ്ദേഹം പെട്ടെന്ന് കാണുന്നത് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള 2 കണ്ണുകളാണ്. It was rounded and had, one might say, a face. There was a mouth under the eyes. The brim of the quivered and panted and dropped saliva. ആ കണ്ണുകളുള്ളത് എന്താണ്, ഫേസ് ആയിരിക്കാം. കാരണം അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ടാണ്. അത് മാത്രമല്ല, ആ കണ്ണുകൾക്ക് താഴെ ഒരു മൗത്ത് ഉണ്ട്, അത് വി ഷേപ്പ്ഡാണ്. അതിൽ നിന്നിങ്ങനെ സലൈവ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദ ബോഡി ഹീവ്ഡ് ആൻഡ് പൾസേറ്റഡ് കൺവൾസീവ്ലി. അത് ശ്വാസം വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ ബോഡി വീർക്കുന്നു, ചുരുങ്ങുന്നു, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു.
A lank tentacular appendage gripped the edge of the cylinder. Another swayed in the air. ടെൻഡക്കുലർ എന്ന് പറയുന്നത് എന്താ, പാമ്പിനെ പോലെ ഒരു സ്റ്റഡി അല്ലാതെ ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ജീവി എന്താണ് ആ സിലിണ്ടറിൻ്റെ എഡ്ജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ആടുന്നുണ്ട്. ആ സിലിണ്ടറിൻ്റെ ഏറ്റവും എഡ്ജിലാണ് ഈ ജീവി നിൽക്കുന്നത്. Those who have never seen a living Martian can scarcely imagine the strange horror of their appearance. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഒരു മാർഷ്യനെ നേരിട്ട് കണ്ടിട്ടില്ല. സോ ഇവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൊററായിരുന്നു. ഇവരിത് നേരിട്ട് കാണുമ്പോൾ ഇവരുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായും പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. The peculiar V-shaped mouth with its pointed upper lip, the absence of brow ridges, the absence of chin beneath the wedge-like lower lip, the incessant quivering of this mouth, the Gorgon group of tentacles. വീണ്ടും നറേറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ജീവികളെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ മൗത്ത് എങ്ങനെയാണ്, വി ഷേപ്പ്ഡ് ആണ്. അതുമാത്രമല്ല അതിന് ഐബ്രോസ് ഒന്നും ഇല്ല. ഓക്കെ, അതായത് നമ്മുടെ മനുഷ്യന്മാരെ പോലെയുള്ളൊരു ഫേസ് അല്ല അതിനുള്ളത്, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതിന് ചിന്നില്ല. അത് മാത്രമല്ല അതിൻ്റെ ലിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, മൗത്ത് തന്നെ എങ്ങനെയാണ്, പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു വി ഷേപ്ഡ് ആയിട്ടുള്ള മൗത്താണ്. അത് മാത്രമല്ല അതിൻ്റെ മൗത്ത് ഇങ്ങനെ വിറച്ചുകൊണ്ടാണ്. ഓക്കെ, ചിന്നില്ലാണ്ട് വിറച്ചുകൊണ്ടുള്ള ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഒരു ജീവി തന്നെയാണ് അത് എന്ന് എന്ത് ചെയ്യാണ് റീഡേഴ്സിനെ റൈറ്റർ എന്ത് ചെയ്യാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, the tumultuous breathing of the lungs in a strange atmosphere, the evident heaviness and painfulness of movement due to the great gravitational energy of the earth. ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ എനർജി ഈ ഒരു ജീവികൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കും. കാരണം അവരതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ അങ്ങനെ തോന്നുന്നുണ്ട്. ഭയങ്കര പെയിൻഫുള്ളായിട്ട് കുറച്ചും കൂടി എന്താ പറയുക, അവരുടെ ആ മൂവ്മെൻറ്റിലൊക്കെ ഒരു ഹെവിനെസ് ഉണ്ട്. ഈ കാണുന്ന നെറേറ്ററിന് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് ഇവർക്ക് എന്തുണ്ടാവില്ല, നമ്മുടെ ആ ഒരു ഗ്രാവിറ്റേഷണൽ എനർജി കിട്ടുന്നുണ്ടാവില്ല. Above all, the extraordinary intensity of the immense ice culminated in an effect akin to nausea. There was something fungoid in the oily brown skin, something in the clumsy deliberation of their tedious movement unspeakably terrible. Even at the first encounter, the first glimpse, I was overcome with disgust and dread. ഈ ഭീകരജീവിയുടെ കണ്ണുകൾ ഭയങ്കര ശക്തവും അതുപോലെ തന്നെ ഭയങ്കര തീവ്രമായതുമായിരുന്നു. ഈ ഒരു ജീവിയുടെ ഇത്തരത്തിലുള്ള രൂപമൊക്കെ കാണുമ്പോൾ നെറേറ്ററിന് ദേഹമൊക്കെ ആകെ ഒരു അസ്വസ്ഥതയും അതേപോലെ തന്നെ ഛർദ്ദിക്കാനുള്ള ഒരു തോന്നലൊക്കെ വരുന്നുണ്ട്. അതുവരെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഡിസ്ക്രിപ്റ്റീവ് പ്രോസിൻ്റെ യൂസേജ് നന്നായിട്ട് മനസ്സിലാക്കണം. 1 by 1 ആയിട്ട് എല്ലാതും നെറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇത് മാത്രമല്ല ഈ ഒരു ജീവിയുടെ സ്കിന്ന് എന്ന് പറയുന്നത് ഭയങ്കര ഓയിലിയാണ്, ഒരു ബ്രൗൺ കളറാണ്. ഇതിനൊരു ഫംഗസൊക്കെ ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ രൂപം എന്നൊക്കെ പറയുന്നത്. ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു ഭയപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. ഫസ്റ്റ് ടൈം ഈ ഒരു ജീവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ നെറേറ്ററിന് ഒരു ഭയവും അതോടൊപ്പം തന്നെ ഒരു വിരസതയും ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. സഡൻലി ദ മോൺസ്റ്റർ വാനിഷ്ഡ്. പുറത്തേക്ക് വന്ന ഒന്നിനെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, കാണാണ്ട് പോവാണ്. ഇറ്റ് ഹാഡ് ടോപ്പൽഡ് ഓവർ ദ ബ്രിം ഓഫ് ദ സിലിണ്ടർ ആൻഡ് ഫാലൻ ഇൻ ടു ദ പിറ്റ്. അത് ആ സിലിണ്ടറിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ട്. With a thud like the fall of great mass of leather, I heard it give a peculiar thick cry, and forthwith another of this creature appeared darkly in the deep shadow of the aperture. അതൊന്നും മാത്രമല്ല, അതായത് ഇപ്പോൾ ഒന്ന് മേലെ വന്നിട്ട് താഴെ വീണ് പോയി, അത് മാത്രമല്ല അതുപോലെയുള്ള ഒരുപാട് എണ്ണം എന്ത് ചെയ്യാണ്, ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. At that my rigor of terror passed away. I turned and running madly made for the first group of trees. നമ്മുടെ നെറേറ്റർ പെട്ടെന്ന് ഓടുകയാണ് അവിടുന്ന്. കാരണം ഇതെല്ലാം കൂട്ടായിട്ട് വരുന്ന കണ്ടിട്ട് ഓടിയിട്ട് ഒരു മരക്കൂട്ടത്തിൻ്റെ ബാക്കിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. Perhaps 100 yards away, but I ran slantingly and stumbling
For I could not avert my face from these things. നെറൈറ്ററിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ ഇയാൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഇയാൾ അത്രയ്ക്കും പേടിച്ച് വിറച്ചാണ് അവിടെ എന്ത് ചെയ്തത്, ആ ഒരു ട്രീസിൻ്റെ ബാക്കിൽ പോയിട്ട് നിൽക്കുന്നത്. There among some young pine trees and furze bushes. I stopped panting and awaited further developments. നെറൈറ്റർ ഓടിയിട്ട് ഒളിച്ചിരിക്കുന്ന ഭാഗത്ത് എന്തൊക്കെയുണ്ട്, കുറേ പൈൻ ട്രീസ് ഉണ്ട്, അതേപോലെ തന്നെ കുറ്റിക്കാടുകൾ, ഒരു കുറ്റിച്ചെടികളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഇയാൾ വെയിറ്റ് ചെയ്യാണ്. അവിടെ ഓടലൊക്കെ നിർത്തി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി എന്താണ് നെക്സ്റ്റ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുകയാണ്. The common around the sandpits was dotted with people standing like myself, in a half-fascinated terror, staring at this creature, or rather at the heaped gravel at the edge of the pit in which they lay. നെറേറ്റർ അവിടെ ഇരുന്ന് തനിക്ക് ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് ഒരുപാട് ആൾക്കാർ ഇതേപോലെ തന്നെ എന്താണ് പേടിച്ച് ആ പിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഓടി ഈ മരങ്ങളുടെ ബാക്കിൽ ഇരുന്നിട്ട് നോക്കുകയാണ്, എന്താണ് നെക്സ്റ്റ് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യാണ്, നോക്കി നിൽക്കുകയാണ് അവിടെ. And then with a renewed horror I saw a round black object bobbing up and down on the edge of the pit. It was the head of the shopman who had fallen in, but showing as a little black object against the hot western sky. നെറേറ്റർ അടങ്ങുന്ന എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കാണുന്നത് ഒരു ബ്ലാക്ക് കളറാണ്. ഒരു ബ്ലാക്ക് കളറുള്ള എന്തോ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അവർക്ക് അതിൽ കൂടുതലൊന്നും അവിടെ നിന്ന് കാണുന്നില്ല, കാരണം അവർ ദൂരെ നിന്നാണല്ലോ നോക്കുന്നത്. പിന്നെ അവർക്ക് മനസ്സിലായി അത് നേരത്തെ ആ കുഴിയിലേക്ക് വീഴാൻ പോയിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു ഷോപ്പ്മാന്. അയാൾ ആ കുഴിയിൽ നിന്ന് പൊന്തി വരികയാണ് എന്നുള്ളത്. Now he got his shoulder and knee up, and again he seemed to slip back until only his head was visible. Suddenly he vanished. അയാളുടെ കൈയും അതുപോലെ തന്നെ മുട്ടൊക്കെ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നു, പക്ഷേ അയാൾ ആ കുഴിയിലേക്ക് തന്നെ വീണു. അയാളുടെ തല മാത്രമേ ഉള്ളൂ പിന്നീട് കാണാൻ പറ്റുന്നത്. പെട്ടെന്ന് തന്നെ അയാൾ എന്ത് സംഭവിച്ചു, അവിടെ നിന്ന് കാണാണ്ടായി. ആൻഡ് ഐ കുഡ് ഹാവ് ഫാൻസീഡ് എ faint shrink had reached me. I had a momentary impulse to go back and help him that my fear overruled. ആ ഒരാളെ പെട്ടെന്ന് കാണാണ്ടായപ്പോൾ ആ കുഴിയിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ നെറേറ്ററിന് എന്ത് തോന്നി, അയാളെ പോയിട്ട് രക്ഷിക്കാനുള്ള ഒരു ഫീലാണ് ഉണ്ടായത്. അയാളെ വേഗം പോയിട്ട് ആ കുഴിയിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള തോന്നലുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് എന്താണ്, ഭയം കാരണം അദ്ദേഹം അത് ചെയ്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പാസേജ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസാണ്. അതോടൊപ്പം തന്നെ നെറേറ്റീവിൻ്റെ നല്ലൊരു യൂസേജ് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ഷോപ്പ്മാന് ആ കുഴിയിൽ കടന്നത് മുതൽ അതിൽ നിന്നുണ്ടായ ഓരോ ഡെവലപ്മെൻറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻറ്റ് ബൈ ഇവൻ്റ് ആയിട്ട് നെറേറ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നീട് അവരെല്ലാവരും കുഴീൻ്റെ അടുത്ത് പോയി, അതിൽ നിന്ന് അവർ സൗണ്ടുകൾ കേട്ടു. പിന്നെ ആ ഒരു ക്രിയേച്ചറിൻ്റെ രൂപം, ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ആവുന്ന അവർക്ക് എല്ലാവർക്കും. പിന്നെ അവർ സൗണ്ട് കേട്ട് പേടിച്ചു, ബാക്കിലേക്ക് പോയി. അറ്റ് ലാസ്റ്റ് അവരെന്ത് ചെയ്തു, എല്ലാവരും ഒരു മരത്തിൻ്റെ ബാക്കിൽ പോയിട്ട് ഒളിച്ചു. എന്നിട്ട് പിന്നെ ഉണ്ടായത്, അതായത് 1 by 1 ഇവൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് പ്രോസിൻ്റെ കൂടെ നെറേറ്റീവ് പ്രോസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിതിൽ ഏറ്റവും നന്നായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഈ ഡിസ്ക്രിപ്റ്റീവ് പ്രോസിൻ്റെ യൂസേജാണ്. ഇതിൻ്റെ അതായത് ഈ ഒരു ക്രിയേച്ചറിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ രൂപത്തിൽ എന്തൊക്കെ രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, പിന്നെ നെറേറ്ററിനുണ്ടായ വോമിറ്റിംഗ് ടെൻഡൻസി, അവരുള്ള ആ ഒരു ഭയം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ഒന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഓർത്ത് വെക്കുക. ഈ ഒരു പാസേജിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഈ ഒരു ക്രിയേച്ചറിൻ്റെ സ്ട്രക്ചർ എന്താണ്. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്രിയേച്ചറിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. വി ഷേപ്പ്ഡ് മൗത്ത്, പോയിൻറ്റഡ് ആണ്, പിന്നെ എന്താ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ ഇസാക്ക് ദിനേഷിൻ്റെ ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന പാസേജിനേക്കാൾ നല്ലത് അടുത്തൊരു നെറേറ്റീവ് പ്രോസിൻ്റെ
ചാപ്റ്ററിലേക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഇത് അത്യാവശ്യം ഈ ഒരു പാഠത്തിൽ തന്നെ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്രയും നല്ലൊരു റൈറ്റിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ. ഓക്കെ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്